ഹായ്, ഇന്നത്തെ ക്ലാസ് നെടുങ്കണ്ടത്ത് ഇടുക്കിയില് ഹോളി ക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. അപ്പോ അങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഭൂപ്രകൃതിയിൽ നിന്നൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. ഇന്ന് ഞാൻ 3 സെഷനാണ് എടുത്തത്. ഒന്ന് പാരന്റ്സിനുള്ള ഒരു സെഷൻ ആദ്യം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി കുട്ടികൾക്കും, പിന്നെ അതിനുശേഷം സ്കൂൾ തലം ഒരു 6th മുതൽ 9th വരെയുള്ള കുട്ടികളാണ്. എപ്പോഴും പഠിപ്പിക്കുമ്പോൾ ഏറ്റവും അധികം ഇന്ററാക്ഷനും രസവും ഒക്കെ പിള്ളേരെ പഠിപ്പിക്കുമ്പോഴാണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴാണ്. അപ്പൊ അവരോട് പറഞ്ഞ ഒരു ജീവിത കുറച്ച് മോട്ടിവേഷൻ സെഷനാണ് കൊടുത്തത് അവർക്ക്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റി ഞാൻ അവരോട് സംസാരിച്ചു. അപ്പൊ ഞാനും ഒരു വ്യക്തി എന്ന നിലയിൽ നോക്കുമ്പോൾ വലിയ വലിയ കാര്യങ്ങളെക്കാളും നമുക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുക നമ്മുടെ ബേസിക്സ് എപ്പോഴും പഠിക്കുമ്പോഴാണ്. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞ ഒരു 5P തിയറി ഉണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാ. ആ 5P എന്താണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയില് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ P സ്റ്റാൻഡ്സ് ഫോർ പ്രേ എന്നുള്ളതാണ്. അപ്പോ നമ്മള് എന്താണ് പ്രേയറിന്റെ മഹത്വം എന്ന് പറയുന്നത്? ലോകത്തുള്ള എല്ലാ മതങ്ങളും നമ്മളെ 5 മണിക്ക് എഴുന്നേക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്തെന്ന് പറഞ്ഞാല് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതാണ്, നന്ദി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ മോർണിംഗ് റിച്വൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആധുനിക സൈക്കോളജിയിലും ലോകത്തുള്ള എല്ലാ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. when you wake up in the morning first you pray എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയെയും മനസ്സിനെയും നമ്മൾ നന്ദിയുള്ളവരാക്കി ഒരു പുതിയ ദിനം കിട്ടിയതിന് നമ്മൾ സന്തോഷത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ എല്ലാം കൗണ്ടിങ് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയും, എല്ലാം എണ്ണിക്കൊണ്ട് തുടങ്ങുന്ന ഒരു ദിവസമാണത്. അപ്പോ പ്രകൃതിയോട് നന്ദി പറയുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഏത് രൂപത്തിലുള്ളതായാലും ഏത് മതത്തിലുള്ളതായാലും, അത് പരിശുദ്ധാത്മാവായാലും പരമാത്മാവായാലും പടച്ചോനായാലും ആരായാലും നമ്മൾ ആ ഒരു ഓൾമൈറ്റിക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മളെ ഇങ്ങനെ ഉരുവം ചെയ്ത് ഈ പ്രകൃതിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ വി ആർ സ്റ്റാർട്ടിംഗ് ദ ഡേ വിത്ത് എ വെരി പോസിറ്റീവ് ഫ്രെയിം ഓഫ് മൈൻഡ്. അപ്പൊ പ്രേയർ ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് തിങ്, ബിക്കോസ് ലൈഫ് ഈസ് എ ബ്ലെസ്സിങ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കുള്ളതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല, ഒന്നും നമ്മൾ കൊണ്ടുപോകുകയില്ല. അപ്പോ ഈ തന്നതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്ന് പറയുന്നത് യു ആർ സ്റ്റാർട്ടിംഗ് ദ ഡേ വിത്ത് എ വെരി പോസിറ്റീവ് നോട്ട്. രണ്ടാമത്, പ്രാർത്ഥന മാത്രം മതിയാവില്ല. നമ്മളതും പറയാറുണ്ടല്ലേ, പ്രാർത്ഥന മാത്രമല്ലല്ലോ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പൊ നമ്മുടെ പകുതി എന്ന് വെച്ചാൽ എന്താണ്? യു ഹാവ് ടു പ്രിപ്പയർ, അല്ലെ? നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യണം ആ ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പൊ പ്രിപ്പയർ എന്താണ് പ്രിപ്പറേഷൻ? ഹോംവർക്കുകൾ ചെയ്യുക. ഹോംവർക്ക് പഠിക്കുന്ന കുട്ടിക്ക് മാത്രമല്ല ചെയ്യാനുള്ളത്, ഹോംവർക്ക് എല്ലാ മനുഷ്യർക്കും ചെയ്യാനുണ്ട്. യു ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ ഡേ. അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. നമുക്ക് 4 കാര്യങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അതിനകത്ത് ആദ്യം നമ്മൾ എപ്പോഴും പറയുന്നത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ് തിങ്സ് ഫസ്റ്റ്. രണ്ടാമത്തേത് ഇമ്പോർട്ടന്റ് തിങ്. മൂന്നാമത്തേത് നോട്ട് ഇമ്പോർട്ടന്റ് ബട്ട് അർജന്റ്. നാലാമത്തേത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ്. ഇതിനകത്ത് വിജയികളായ മനുഷ്യര് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അർജന്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, നോട്ട് ഇമ്പോർട്ടന്റ് ബട്ട് അർജന്റ്, ദെൻ നോട്ട് അർജന്റ് നോട്ട് ഇമ്പോർട്ടന്റ്. പക്ഷെ പലപ്പോഴും പരാജിതരുടെ പ്രയോറിറ്റി താഴെന്നായിരിക്കും. കാര്യം നമ്മൾ രാവിലെ തുടങ്ങുന്നത് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്നാണ്. നോട്ട് ഇമ്പോർട്ടന്റ് നോട്ട് അർജന്റ് കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് എന്നിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യത്തുമില്ല. അപ്പോ ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണോ ചെയ്യേണ്ടത്, അതോ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത്. അതാണ് വളരെ പ്രസിദ്ധമായ മാർക്ക് ട്വൈന്റെ ഒരു പറച്ചിലുണ്ട്, ഈറ്റ് ദ ഫ്രോഗ് ഫസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തവളയെ പിടിച്ച് വിഴുങ്ങാനല്ല അത് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ആദ്യം ചെയ്യുക എന്ന് പറയുന്നത്. ഇഫ് യു ഹാവ് two frogs to eat the bigger one first എന്ന് പറയും. 2 പ്രധാനപ്പെട്ട 2 വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമാവും. നമുക്കൊരു we have a sense of accomplishment and that will bring happiness to our mind. നമ്മൾ പലപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാവുന്നത് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ നമ്മളെ സന്തോഷം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നും ആക്ച്വലി നമ്മളെ സന്തോഷവാന്മാരാക്കുന്നില്ല. അപ്പൊ അതാണ് പ്രിപ്പയർ. പിന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയും. നിരന്തരമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. അതിപ്പോ എക്സസൈസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു കാര്യം പഠിക്കുന്നതാണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരാണ് എപ്പോഴും ജീവിതത്തിനകത്ത് അതിമനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ പെർഫോം
ഓൺ ദ ഡേ. ആ ഡേ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ എക്സലന്റ് പെർഫോമൻസ് വിൽ കം ഫ്രം യുവർ പ്രിപ്പറേഷൻ ആൻഡ് പ്രാക്ടീസ്. അപ്പൊ അഞ്ചാമത്തത് പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു പെർഫോമർ ആയിരിക്കണം. നല്ലൊരു പെർഫോമർ ആണെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ എവിടെയായാലും വിജയിക്കത്തുള്ളൂ. അങ്ങനെ പെർഫോമർ ആകണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, പ്രിപ്പയർ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, പെർഫോം ചെയ്യണം. ഇത് 3 കാര്യം ചെയ്യുന്നവരാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. സ്കൂളിനകത്ത് നമുക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട്. നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് വേണം. പ്രോഗ്രസ് സാധ്യമാകണമെങ്കിൽ ആദ്യത്തെ 4 നടന്നാലേ പറ്റത്തുള്ളൂ. അതാണ് പ്രാർത്ഥനയും പ്രിപ്പറേഷനും പിന്നെ പ്രാക്ടീസും, then you progress, perform and progress. ഇതാണ് എന്റെ 5P തിയറി. പ്രേ, പ്രിപ്പയർ, പ്രാക്ടീസ്, പെർഫോം ആൻഡ് പ്രോഗ്രസ്. അപ്പൊ ഈ 5P തിയറി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചതാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് ചിന്തിച്ചുണ്ടാക്കിയൊരു കാര്യമാണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിന് വലിയ മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എളിയ 5P തിയറി നിങ്ങൾക്ക് ഒരു സഹായമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. See you again with another video.